മക്കളെ, എന്താണ് കേരള യങ് ജീനിയസ് എക്സാം? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് സ്കൂൾ ലെവൽ നടക്കുന്ന മറ്റ് എക്സാംസിനെ കുറിച്ചും ബോർഡ് എക്സാമിനെ കുറിച്ചും നമുക്ക് ധാരണയുണ്ട്. ഇപ്പൊ കേരള യങ് ജീനിയസ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ മാറി ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതായത് പേര് പോലെ തന്നെ കേരളത്തിലെ യങ് ജീനിയസ് റിസൾട്ട് ചെയ്യാനുള്ള എക്സാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിരിക്കും ഈ എക്സാം ഉണ്ടായിരിക്കുക. മെയിൻലി 3 ലെവലാണ്. ഒന്നാമത്തെ ലെവൽ പറയുമ്പോൾ സ്കൂൾ ലെവലാണ്. ഇപ്പോൾ സ്കൂളിൽ വെച്ച് നടക്കുന്ന എക്സാം ആണ്. രണ്ടാമത്തെ മക്കളെ വരുന്നത് ഡിസ്ട്രിക്ട് ലെവൽ അല്ലെങ്കിൽ സോണൽ ലെവൽ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് തേർഡ് ലെവൽ മക്കളെ എന്താണ്, സ്റ്റേറ്റ് ലെവലാണ്. അതാണ് ഫൈനൽ റൗണ്ട്, അതായത് ഗ്രാൻഡ് ഫിനാലെ നമുക്ക് വിളിക്കും. ഒന്നാമത്തെ ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക്കായിട്ട് വരുന്നുണ്ടാവുക ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി ആണ്. ഇപ്പോൾ സയൻസും കൂടെ എന്തുണ്ട്, മെന്റൽ എബിലിറ്റി ഉണ്ട്. സോ ഒന്നാമത്തെ നമ്മുടെ റൗണ്ടിലേക്ക് വരുമ്പം 25 ക്വസ്റ്റ്യൻസും ടോട്ടൽ 45 മിനിറ്റ്സുമാണ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ റൗണ്ടിലേക്ക് വരുമ്പം 75 ക്വസ്റ്റ്യൻസും ടോട്ടൽ 180 മിനിറ്റ്സുമാണ് ഉണ്ടായിരിക്കുക. ഈ 2 ലെവലിലും പ്യൂർലി എന്താണ്, MCQ ബേസ്ഡ് ആണ്, ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷൻ ആണ്, നിങ്ങൾ ആരും മറക്കരുത്. ആൻഡ് തേർഡ് ലെവൽ ഫൈനൽ ലെവൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2 പാർട്ട് നടക്കുവാണ്. അതായത് ടെസ്റ്റും ഉണ്ട്, കൂടെ ഇന്റർവ്യൂ ഉണ്ട്. ടെസ്റ്റ് പറയുമ്പോൾ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് ഇന്റർവ്യൂ പറയുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക്സിനേക്കാൾ അപ്പുറമായിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നോക്കുന്നുണ്ടാവുക. ആൻഡ് ഒരു കാര്യം കൂടെ മക്കൾ നോട്ട് ഡൗൺ ചെയ്യണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് സിലബസ്, നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, ഈ ഒരു എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ക്ലാസ് ഉണ്ട്, തൊട്ട് മുന്നേയുള്ള ക്ലാസ് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ സിലബസ് ആയിട്ട് വരുന്നുണ്ടാവുക. പ്രീവിയസ് അക്കാദമിക് ഇയർ ആണ് നിങ്ങളുടെ സിലബസ് വരുന്നുണ്ടാവുക. അതുകൂടെ മക്കൾ എന്ത് ചെയ്യുക, എപ്പോഴും നോട്ടീസ് ചെയ്യണം. സോ ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പുറമേ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ സംബന്ധിച്ച് ക്രിയേറ്റീവ് സ്കിൽസ്, അനാലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അതായിരിക്കും ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യവും. സോ മറക്കണ്ട, എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക.